ഇവിടെ മാത്രമല്ലേ മുടി പോയിട്ടുള്ളൂ. പക്ഷെ പിന്നെ പിന്നെ ഇത്രയും മുടി എവിടെ ഇരിക്കുന്നതാണ് ഓർക്കുന്നത്. ശരിക്കും അത് പോവാ. ഇതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഇപ്പൊ ഇവിടം വരെ ആയല്ലോ. അത് ചെറിയൊരു വട്ടമായിരുന്നു. അങ്ങനത്തെ പ്രാവശ്യം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ആദ്യം മൊബൈലിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് കണ്ടില്ല. ഇവിടെ ബേബി ഹേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടാണ്. ഇവിടെ ശരിക്കും മുട്ടി ഒന്നുമില്ല. കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു സമാധാനം. എനിക്ക് സമാധാനം. അതല്ല, ഇങ്ങനെ ചീക്കൊണ്ട് പോകുമ്പോ ഒട്ടും അറിയുന്നില്ല. മറ്റേ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ ഭർത്താവ് എന്തോ ചെയ്യുവേ. ചില സമയത്ത് അങ്ങ് വിഷമമാണോ സങ്കടമാണോ അറിയാതിരുന്ന് കുളി കഴിയുമ്പോൾ പറയും ഇങ്ങടം വരെ പോകണം. അപ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. കുളി 6 സിറ്റിംഗാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ 6 സിറ്റിംഗിൽ ഇത്രയും പോർഷൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിങ്ങനെ മുടി പോയതാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് ഇവിടം വരെ അങ്ങ് മുടി പോയതാ. അപ്പോൾ ആ പോർഷനിലൊക്കെ വന്നേക്കുന്ന മുടികളാണ് കേട്ടോ. കണ്ടോ? അപ്പൊ ചില സമയത്ത് ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഒട്ടും മുടി വരത്തില്ല എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഒരു അലോപേഷ്യ ആണിത്. അത് ഒരു ചെറിയൊരു സൂചി പോലെ പോയതാ അല്ലേ? ഒരു സൂചിയുടെ ഒരു കുത്തുപോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടം വെച്ച് ഇങ്ങനെ വട്ടം വെച്ച് ഇവിടെ മുഴുവനും അങ്ങ് പോയി. ഇത്രയും പോർഷൻ ഫുൾ നെറുകയുടെ ആ പോർഷൻ കംപ്ലീറ്റ് പോയി. ഇതിവിടെ ഒരു ഇച്ചിരി പോർഷൻ മാത്രമേ ഇങ്ങോട്ട് അറ്റത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത്രയും ഹെയർ വെച്ചിട്ട് ഇങ്ങനെ മൂടിയിട്ടാണ് ലവ്ലി ആൻറ്റി നമ്മുടെ അടുത്ത് ആദ്യം വന്നത്. അപ്പോൾ ഇത് കണ്ടോ? അതിന് ശേഷം ഫുള്ള് പോയ എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ട് മുടി വന്നിട്ടുണ്ട്. കണ്ടോ? പോയെന്ന് പോലും അറിയാത്ത രീതിയിൽ. ഇപ്പം ഈരിയൊക്കെ വെക്കുവാണെങ്കിൽ ഒട്ടും അറിയത്തില്ല. അപ്പം ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ആദ്യം വന്നപ്പോൾ ഈ കേസ് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഇവർ ഇത്രയും ദൂരെ എന്നെ അന്വേഷിച്ച് വന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായത് കാരണം മാത്രം ഞാനൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് മാത്രം എടുത്തതാണ്. കാരണം കുറേ മരുന്നുകൾ കഴിച്ചതാ, പല സ്ഥലങ്ങളിൽ നിന്ന് കുറേ മരുന്നുകൾ കഴിച്ചതാ. അപ്പം എന്നിട്ടും അത് വന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളും നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ടൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കാരണം അത്രയും വലിയ വലിയ ഹോസ്പിറ്റലുകൾ